ഇന്ന് ലോക ഭിന്നശേഷി ദിനം. ഈ ദിനത്തിൽ ഭിന്നശേഷിക്കാരനായ അത്തോളി സ്വദേശിയുടെ കുടുംബം കണ്ണീരണിയുകയാണ്. ഈ മാസം 26-ാം തീയതി ബാങ്ക് നടപ്പാക്കാൻ പോകുന്ന ബാങ്ക് ജപ്തിയുടെ ഭീതിയിൽ മനം നൊന്ത് കഴിയുകയാണ് ഈ കുടുംബം. അത്തോളി ഗ്രാമപഞ്ചായത്തിൽ 16-ാം വാർഡിൽ നടുവിലയിൽ VK ഷംസുവും കുടുംബവുമാണ് ജപ്തി ഭീതിയിൽ കഴിയുന്നത്. ജന്മന വികലാംഗനായ ഷംസുവിന്റെ ഏക വരുമാന മാർഗം ഒരു കോഴിക്കടയായിരുന്നു. കൊറോണ കാലഘട്ടം സമൂഹത്തെ കാർന്നു തിന്നവരിൽ ഷംസുവും നിസ്സഹായനായി. സ്വന്തമായി ഒരു വീട് എന്ന കുടുംബത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ സ്ഥലം വാങ്ങാൻ വേണ്ടിയാണ് ഷംസു ബാങ്കിൽ നിന്നും ലോൺ വാങ്ങിയത്. വീട് എന്ന സ്വപ്നം ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമായി. എന്നാൽ ഉപജീവന മാർഗം നഷ്ടപ്പെട്ട ഷംസുവിന് ബാങ്ക് വായ്പ തിരിച്ചടവിൽ മുടക്കം വന്നു. മറ്റു വരുമാന മാർഗങ്ങൾ ഇല്ലാതായതോടെ ഷംസുവിന്റെ ഭാര്യ അസ്ന തൊഴിലുറപ്പ് ജോലിയിൽ ചേർന്നു. ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോയത്. ഇതിനിടെ വികലാംഗനായ ഷംസുവിന്റെ വൈകല്യമില്ലാത്ത ഇടതുകാലിൽ ഒരു മുറിവ് സംഭവിക്കുകയും നിരവധി ചികിത്സകൾ നടത്തിയിട്ടും മുറിവ് ഉണങ്ങാതെ അവസ്ഥയിലുമാണ്. ഞാനും വൈഫും കൂടി അത്താണിക്കൽ ചെറിയ റോഡ് സൈഡ് ചെറിയ ഷെഡിൽ ഒരു ചായക്കച്ചവടം നടത്തിയാണ് ജീവിക്കുന്നത്. ഞാൻ വീടിൻ്റെ ആവശ്യത്തിനായിട്ടൊരു ലോൺ എടുത്തിരുന്നു ഗ്രാമീണ ബാങ്കിൽ നിന്ന് 6 വർഷം മുന്നേ. കൊറോണ ഇതൊക്കെ വന്ന് പിന്നെ ഒരു പണിയില്ലാണ്ടായി പോയാലോ അടവ് തെറ്റിപ്പോയി. ഇപ്പോൾ അവർ ജപ്തി ചെയ്ത് മാസം 26 ഒഴിവാണെന്ന് പറഞ്ഞു ബാനറൊക്കെ ഒട്ടിച്ച് കൂടാ. ഞാൻ വല്ലാത്ത അവസ്ഥയിലാണ്. ഞാൻ കുട്ടികളും ഇതിലൊക്കെ ഇപ്പോൾ റോഡുമേലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പിന്നെ അധികാരികളെ പോലത്തെ ഒരു ഇതൊന്നും പോകാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. വല്ലാത്ത വിഷമത്തിലാണ് ഇപ്പോൾ. 2 കുട്ടികൾ അടങ്ങുന്ന കുടുംബമാണ് ഷംസു അസ്ന ദമ്പതികളുടേത്. GVHSS അത്തോളിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ റിഷ്വാനും വേളൂർ ALP സ്കൂൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ ഐക്കയുമാണ് ഇവർ. ഇരുവരും കണ്ണീരിലാണ്. എന്നാൽ തൊഴിലുറപ്പിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബത്തിന്റെ ചിലവുകളും ഷംസുവിന്റെ ചികിത്സയും നടത്താൻ പറ്റാത്ത അവസ്ഥ മനസ്സിലാക്കിയ ഇവരുടെ കുടുംബ സുഹൃത്തിന്റെ സഹായത്തോടെ അത്തോളി ചോയ്കുളത്തിനടുത്ത് റോഡരികിൽ ഒരു തട്ടുകട നടത്തുകയാണ് ഷംസുവും ഭാര്യയും. ഞങ്ങൾ സ്ഥലം വാങ്ങേണ്ട ആവശ്യത്തിനായിട്ടായിരുന്നു ലോൺ എടുത്തത്. ഇപ്പോൾ എങ്ങനെയെങ്കിലും അടയ്ക്കാലോ എന്നുള്ളതില്ല ലോൺ എടുത്തത്. പക്ഷേ മുമ്പൊരു ചെറിയൊരു കോഴിക്കച്ചവടമായിരുന്നു. അവിടെ വെച്ച് പിന്നെ കൊറോണ സമയത്ത് കോഴിക്കച്ചവടം ഇല്ലാണ്ടായി. പിന്നെ കാലിനൊരു മുറിവ് തുടങ്ങി. അത് മാറാതെ കുറേ വർഷങ്ങളായിട്ട് അതും കൊടുത്ത് ചികിത്സയിലായി. പിന്നെ ഞാൻ ചെറിയ തോതിലൊരു തൊഴിലുറപ്പിനൊക്കെ പോയിട്ടാണ് ജീവിതം കഴിഞ്ഞത്. അപ്പം വലിയൊരു എമൗണ്ടിലേക്കുള്ള അടവൊന്നും എന്നെ കൊണ്ട് അടിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു സുഹൃത്ത് ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുന്നത് കണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു നീ അത്യാവശ്യം ചായയും കടിയും ഉണ്ടാക്കി വിറ്റ് വെക്കുന്നു പറഞ്ഞിട്ടാണ് ആ ചായപ്പീടിയ റോഡ് സൈഡിൽ ഇടാൻ അവനെ എന്നെ സഹായിച്ച് തന്നതാണ്. സുഹൃത്തിൻ്റെ സഹായത്തോടെ ഇട്ടതാണ്. ഈ ഒരു സാഹചര്യം വന്നതാണ് ഞങ്ങളുടെ ലോൺ അടവ് നിന്ന് പോകാൻ കാരണം. തന്റെ കുടുംബത്തിന്റെ നിസ്സഹായ അവസ്ഥ കണ്ട് ബാങ്ക് അധികാരികളും മറ്റു ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും അടങ്ങുന്ന സമൂഹം സഹായിക്കുമോ എന്ന നിറകണ്ണുകളോടെ ഉറ്റുനോക്കി കഴിയുകയാണ് ഷംസുവും കുടുംബവും. നിയമങ്ങൾ അത് നടപ്പാക്കേണ്ടത് തന്നെയാണ്. എന്നാൽ എല്ലാ നിയമങ്ങൾക്കും ഒരു മാനുഷിക മുഖം കൂടെ കാണേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഷംസുവിന്റെയും കുടുംബത്തിന്റെയും നിസ്സഹായത. ഇന്ന് ലോക ഭിന്നശേഷി ദിനം. നിരവധി ആളുകൾ, ഭിന്നശേഷിക്കാരായ ആളുകൾ സമൂഹത്തിൽ മാനസികവും ശാരീരികവുമായ വൈകല്യങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ആ കൂട്ടത്തിലൊരാളാണ് നമ്മുടെ ഷംസുവും. ഷംസുവിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും കഷ്ടതകളും മാറ്റുവാനായി പൊതുസമൂഹം മുന്നിട്ടിറങ്ങുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ക്യാമറമാൻ രഞ്ജിത്ത് കോട്ടൂരിനൊപ്പം ഷെറീജ് അത്തോളി, കോഴിക്കോട് വിഷൻ ന്യൂസ്.